ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറ്റവും സ്നേഹാദരവ് നിറഞ്ഞ പരുമല സെമിനാരി മാനേജർ ആദരണീയനായ എൽദോച്ചൻ, വൈദിക സെമിനാരി പഠന നാളുകളിൽ സീനിയറായി പഠിക്കുകയും പരിചയപ്പെട്ട കാലം മുതൽ ആ സ്നേഹബന്ധം സഹോദരതുല്യം കാത്തു സൂക്ഷിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട മാത്തുക്കുട്ടിയച്ഛൻ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പരിശുദ്ധമായ നോമ്പുകാലം, പ്രത്യേകിച്ച് വലിയ നോമ്പുകാലം സ്വയം ഒരുക്കുവാനും സ്വയം മെരുക്കുവാനും സ്വയം മരിക്കുവാനും സ്വയം ഒരുക്കുവാനും ഉള്ള കാലമാണ്. സ്വയം ഒരുക്കുവാനും സ്വയം മെരുക്കുവാനും സ്വയം മരിക്കുവാനും സ്വയം ഒരുക്കുവാനുമുള്ള ഒരു കാലം. ഗ്രീക്ക് ഭാഷയിൽ നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്, റിപ്പൻറ്റൻസ് അഥവാ അനുതാപം എന്നതിന് മെറ്റനോയിയ എന്നുള്ള പദമാണ് ഉപയോഗിച്ച് കാണുന്നത്. റിട്ടേൺ ടു ഗോഡ്, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക എന്നുള്ള ഒരു ആശയത്തിൽ ആണ് മെറ്റനോയിയ എന്ന പദം ഉപയോഗിക്കുന്നത് എങ്കിൽ ഹീബ്രു ഭാഷയിൽ ഷൂബ് എന്നുള്ള പദമാണ് തത്തുല്യമായി ഉപയോഗിക്കുന്നത്. അതിന് ചേഞ്ച് വൺസ് വേ, ഒരുവന്റെ രീതികളെ മാറ്റുക എന്നുള്ള അർത്ഥതലമാണ്. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണമെങ്കിൽ തീർച്ചയായും ഒരുവന്റെ ജീവിതചര്യകളെ, രീതികളെ മാറ്റിയേ മതിയാവും. നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അനേകരുടെ പ്രാർത്ഥനയാൽ സൗഖ്യത്തിലേക്ക് കടന്നു വരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ നോമ്പിനെ കുറിച്ച് കഴിഞ്ഞ നാളുകളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: നോമ്പ് നമ്മെ തിരിച്ചു നടക്കുവാൻ സഹായിക്കുന്ന പുണ്യകാലമാണ്. റിട്ടേൺ ടു ഗോഡ് എന്നുള്ള തലം, ദൈവത്തിങ്കിലേക്കുള്ള മടങ്ങി വരവ്, തിരിച്ചു നടക്കുന്നത് ദൈവത്തിങ്കിലേക്കാവണം, സഹോദരങ്ങളിലേക്കാവണം, സഹജീവികളിലേക്കാകണം, പ്രകൃതിയിലേക്ക് ആവണം. ഇതൊക്കെ തിരിച്ചറിയുമ്പോൾ യഥാർത്ഥമായ നോമ്പിന്റെ അനുഷ്ഠാന തലങ്ങൾ നമുക്ക് കരഗതമാകും. വാട്ട് ഈസ് ലെൻഡ്? നോമ്പിനെ കുറിച്ച് വസന്തകാലം, സ്പ്രിംഗ് സീസണുമായി ബന്ധപ്പെട്ടൊക്കെ പറയാറുണ്ട്. നോമ്പ് ഒരു വസന്തകാലമാണ്. 3 കാര്യങ്ങൾ നോമ്പിനെ കുറിച്ച് ആമുഖമായി പറഞ്ഞ് ഞാൻ എൻ്റെ ചിന്താ വിഷയത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളാം. നോമ്പ് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമതായി, ഇറ്റ് ഈസ് എ ടൈം ഫോർ റെക്കൺസിലിയേഷൻ. അനുരഞ്ജനപ്പെടുവാനുള്ള ഒരു കാലമാണ് നോമ്പ് കാലം. സഹോദരങ്ങളുമായി അനുരഞ്ജനപ്പെടാതെ എത്ര നോമ്പനുഷ്ഠിച്ചാലും അത് വ്യർത്ഥമാണെന്ന് നിരന്തരമായി പ്രാർത്ഥനകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവനെ കണ്ടാൽ ഞാൻ അവനെ കൊല്ലുമെന്ന് മുമ്പ് പറഞ്ഞ ഏശാവും യാക്കോബും തമ്മിൽ സെയീർ ദേശത്ത് വെച്ച് പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സമ്മാനങ്ങൾ കൊടുത്തൊക്കെ അവനെ ശാന്തനാക്കുവാനും വശത്താക്കുവാനും യാക്കോബ് ശ്രമിച്ചെങ്കിലും സമ്മാനങ്ങൾ നിരസിച്ചുകൊണ്ട് ഏശാവും യാക്കോബും കണ്ടുമുട്ടുന്ന ഇടത്ത് സഹോദരനായ ഏശാവിനോട് യാക്കോബ് പറയുന്നത് എങ്ങനെയാ: സഹോദര ഏശാവേ, ദൈവത്തിൻ്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിന്റെ മുഖം കാണുകയും അടിയനോട് നിനക്ക് ദയവ് തോന്നുകയും ചെയ്തിരിക്കുന്നുവല്ലോ. അനുരഞ്ജനത്തിൻ്റെ കാലം, പരസ്പരം രമ്യമാകുവാനുള്ള, ജീവിതത്തെ നിരപ്പാകലിന്റെ ശുശ്രൂഷയുടെ തലങ്ങളിലേക്ക്, ശുഭക്കോനയിലേക്ക് കടത്തിവിടേണ്ട നാളുകളാണ് പരിശുദ്ധമായ വലിയ നോമ്പ് കാലഘട്ടം. സഹോദരങ്ങളിൽ ദൈവമുഖം കാണുവാൻ നമുക്ക് സാധിക്കുമോ? പൊട്ടക്കിണറ്റിൽ ഇട്ട സഹോദരങ്ങളെ അനേക സംവത്സരങ്ങൾക്ക് ശേഷം മിസ്രൈമിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ സഹോദരങ്ങൾ യോസഫിനെ തിരിച്ചറിയുന്ന ഇടത്ത് അവർ പൊട്ടിക്കരയുകയാണ്. കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ചു പോയ സഹോദരി ബന്ധത്തിന്റെ ശൈഥില്യ തലങ്ങളെ ഒന്ന് വിചിന്തനം ചെയ്ത് കണ്ണുനീർ ധാരധാരയായി അവരുടെ കണ്ണുകളിൽ നിന്നും ഒഴുകി വരുമ്പോൾ
ജോസഫ് അവരോട്, സഹോദരങ്ങളോട് പറയുന്ന ഒരു മറുപടിയുണ്ട്. നിങ്ങൾ എന്നെ വിറ്റതോർത്ത് വിഷമിക്കേണ്ട. ജീവൻ നിലനിർത്തേണ്ടതിന് ദൈവം അത്രേ എന്നെ നിങ്ങൾക്ക് മുമ്പായി ഇവിടേക്ക്, ഈ മിസ്രൈമിലേക്ക് അയച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു മനുഷ്യന് സഹോദരങ്ങളോട് ഇത്രമാത്രം ക്ഷമിക്കുവാൻ സാധ്യമാകുന്നത്? അതുകൊണ്ടാണ് ഫറവോൻ മറ്റൊരു തലത്തിൽ, ഒരവസരത്തിൽ യോസഫിനെ കുറിച്ച് പറയുന്നുണ്ട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ വേറൊരുത്തനെ കണ്ടുകിട്ടുമോ? പരിശുദ്ധ നോമ്പുകാലം സഹോദരങ്ങളുമായി അനുരഞ്ജനപ്പെടുവാനായിട്ടുള്ള ഒരു കാലമാണ്. രണ്ടാമത്, നോമ്പ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ലെന്റ് ഈസ് എ കോൾ ഫോർ ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ. ആന്തരികമായ പരിവർത്തനത്തിന് സാധ്യതകളെ നൽകുന്നതാണ് പരിശുദ്ധ നോമ്പുകാലം. മോട്ടിവേഷണൽ സ്പീക്കറായ എഡ്വേർഡ് ഡെനിങ് എന്ന് പറയുന്ന ഒരു ചിന്തകൻ, അദ്ദേഹം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്: നത്തിങ് ഹാപ്പൻസ് അൺലെസ് വി ഹാവ് എ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ. വ്യക്തിപരമായ ഒരു മാറ്റം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എത്ര കുമ്പിട്ട് നമസ്കരിച്ചാലും, യാമപ്രാർത്ഥനകൾ ഇടമുറിയാതെ ഒരു മുടക്കവും കൂടാതെ ചൊല്ലിത്തീർത്താലും യാതൊരു മാറ്റവും സംഭവിക്കുവാൻ പോകുന്നില്ല. ആന്തരികമായ പരിവർത്തനം ഉണ്ടാവണം. വിശുദ്ധ വേദപുസ്തകത്തിൽ ഏറ്റവും അനുഗ്രഹകരമായ ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായ ഒരു വ്യക്തി പുതിയ നിയമത്തിലുണ്ട്. ലൂക്കോസ് എവൻഗെലിസ്തയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ സഖായിയുടെ മാനസാന്തരത്തെ കുറിച്ച് ഒരു ചിന്തകൻ രേഖപ്പെടുത്തിയിട്ടുള്ള 4 വാക്കുകൾ ഒരു വാചകമായിട്ട് ഇങ്ങനെയാണ്: കാട്ടത്തിയുടെ ചുവട്ടിൽ വന്ന് യേശുദമ്പരൻ സഖായിയെ മുകളിലേക്ക് നോക്കി വിളിക്കുമ്പോൾ സഖായിയുടെ മാനസാന്തരം ഒറ്റ വാചകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്താം: യേശുദമ്പരൻ അവനെ വിളിച്ചിറക്കി, വീട്ടിൽ ചെന്നു, വിരുന്നുണ്ടു, വിലാസം മാറ്റി. സഖായിയുടെ മാനസാന്തരത്തെ പറ്റി സുന്ദരമായ ഒരു വാചകമാണ്. അവനെ വിളിച്ചിറക്കി, വീട്ടിൽ ചെന്നു, വിരുന്നുണ്ടു, വിലാസം മാറ്റി. ഇതിനപ്പുറം എന്താണ് ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകേണ്ടത്? അതുകൊണ്ടാണ് യേശുദമ്പരാന്റെ സാന്നിധ്യം അവന് വ്യക്തിപരമായ സമൂലമായ മാറ്റത്തിന് വിധേയമാകേണ്ട തലങ്ങളിൽ കൂടി കടന്നു പോയപ്പോൾ സഖായി പറയുന്നത്: കർത്താവേ, ഞാൻ വല്ലതും ചതിവായി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാനതൊക്കെ 4 മടങ്ങ് ഇരട്ടിയായി കൊടുത്തേക്കാം. ആരെയെങ്കിലും കബളിപ്പിച്ച് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാനതിന് പരിഹാരം ചെയ്തു കൊള്ളാം. എന്റെ വസ്തുക്കളിൽ പകുതി വിറ്റ് ഞാൻ ദരിദ്രർക്ക് കൊടുക്കാം. ഇതിനപ്പുറം ഒരു ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ ഒന്നും ഒരു മനുഷ്യന്റെയും ജീവിതത്തിൽ ഉണ്ടാകാനില്ല. ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കുന്ന സമൂലമായ ഒരു പരിവർത്തനം നോമ്പ് നമ്മെ ആഹ്വാനം ചെയ്യുന്നത് അത് തന്നെയാണ്. മൂന്നാമത്, Lent, a call for extending hands to the needy. ആർദ്രതയുടെ കാലഘട്ടം, അതിനുവേണ്ടിയുള്ള ഒരു വിളിയാണ്. മനസ്സലിവിന്റെ നോമ്പ് സമം തീരാത്ത അൻപ്. നോമ്പിനെ കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്: തീരാത്ത അൻപിന്റെ, ആർദ്രതയുടെ, മനസ്സലിവിന്റെ ഒരു കാലമായി ഈ ഒരു നോമ്പ് കാലത്തെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആരംഭം നമുക്കറിയാം. കാനാവിൽ ആവശ്യക്കാരുടെ കുറവുകളെ ആർദ്രതയോടെ പരിഹരിക്കുന്ന ഒരു അമ്മയുടെ ഇടപെടലും ക്രിസ്തുവിന്റെ സാന്നിധ്യവും അതാണ് നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ കേട്ടത്. ആർദ്രതയോടെ, അനുകമ്പയോടെ കുറവുകളെ നിറവിന്റെ അനുഭവമാക്കി മാറ്റി തീർക്കുവാൻ ഇടപെടുന്ന, മധ്യസ്ഥത അണയ്ക്കുന്ന ഒരു അമ്മയും, ആ അമ്മയുടെ വാക്കുകൾ കേട്ട് നാഴിക വന്നിട്ടില്ലെന്നും സമയമായിട്ടില്ലെന്നും പറഞ്ഞെങ്കിലും ദൈവികമായ ഇടപെടൽ നടത്തുന്ന ഒരു ക്രിസ്തു സാന്നിധ്യവും ഇതാവണം നോമ്പിന്റെ കാലഘട്ടങ്ങളിൽ. മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ, ഇല്ലായ്മകളിലും വല്ലായ്മകളിലൂടെ കടന്നു പോകുന്നവന്റെ പ്രയാസങ്ങളിൽ അവനോട് താതാത്മ്യപ്പെടുവാൻ, ഇല്ലാത്തവന്റെ ജീവിതത്തിന്റെ
വല്ലായ്മകളെ ഒന്ന് തിരിച്ചറിയുവാൻ അത് ക്രിസ്തുവിന്റെ ഭാവമുള്ളവർക്ക് സാധ്യമാവും. അതുകൊണ്ടാണ് ഫ്രാൻസിസ് ഓഫ് അസീസിയെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് അദ്ദേഹം ഒരു കുഷ്ഠരോഗിയെ കണ്ടുമുട്ടുമ്പോൾ കുഷ്ഠരോഗിയെ മാറോട് ചേർത്ത് ആശ്ലേഷിച്ച് ചുംബിക്കുന്നുണ്ട്. ഒരു കുഷ്ഠരോഗിയെ കഴിഞ്ഞ ആഴ്ച വേദവായന ഭാഗത്തിൽ കുഷ്ഠരോഗിയുമായിട്ടുള്ള എന്തെല്ലാം അതിരുകൾ, അകലങ്ങൾ മനുഷ്യർ സൃഷ്ടിച്ചിരുന്നു ആ സമൂഹത്തിൽ. ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ, വ്യത്യാസങ്ങൾ കൂടുതലായിട്ടുണ്ടാവുന്നില്ല. കുഷ്ഠരോഗിയെ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അസീസിയിലെ ഫ്രാൻസിസ് ആ രോഗിയെ ആശ്ലേഷിച്ച് ചുംബിക്കുമ്പോൾ ചുംബനം കഴിഞ്ഞ് ഞെട്ടിത്തരിച്ചു നിന്ന ഈ കുഷ്ഠരോഗി ഫ്രാൻസിസ് ഓഫ് അസീസിയോട് പറയുന്ന ഒരു വാചകമുണ്ട്: ഐ സ്മെൽ ക്രൈസ്റ്റ് ഇൻ യു, ഐ സ്മെൽ ക്രൈസ്റ്റ് ഇൻ യു. അങ്ങയിൽ ഞാൻ ക്രിസ്തുവിനെ മണക്കുന്നു. കുഷ്ഠരോഗി അദ്ദേഹത്തോട് പറഞ്ഞ വാചകമാ, ഐ സ്മെൽ ക്രൈസ്റ്റ് ഇൻ യു. നോമ്പുകാലം സഹോദരങ്ങളിൽ ക്രിസ്തുവിന്റെ അംശം, ക്രിസ്തുവിന്റെ സുഗന്ധം പേറി പകർന്നു നൽകുന്നവരാകുവാൻ ദൈവം നമ്മെ വിളിച്ച് വർദ്ധിച്ചിരിക്കുന്നു. ഗാന്ധിജി ഒരിക്കൽ ക്രിസ്ത്യാനികളെ നോക്കി ഇപ്രകാരം പറഞ്ഞു: there is very little of Christ in them. ക്രിസ്ത്യാനികളുടെ ജീവിതത്തിന്റെ ക്രിസ്തു ഭാവമില്ലായ്മ കണ്ടിട്ട് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി കുറിച്ചിട്ടതാണ്. അദ്ദേഹം പറഞ്ഞത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വാചകമാണ് ഇപ്രകാരം: there is very little of Christ in them. ക്രിസ്തുവിന്റെ അംശം അവരിൽ വളരെ കുറവാണ്. ഇന്ന് ക്രിസ്ത്യാനികളെ നോക്കി, ക്രിസ്തീയ സമൂഹങ്ങളെ നോക്കി, ക്രൈസ്തവ സഭകളെ നോക്കി മറ്റുള്ളവര് ഇത് തന്നെയല്ലേ പറയുന്നത്? എന്റെയും നിങ്ങളുടെയും ജീവിതം വ്യക്തിപരമായി ഒന്ന് ശോധന ചെയ്യുമ്പോൾ എത്രയോ സത്യമാണ് ഈ വാചകം. ക്രിസ്തുവിന്റെ ഭാവമില്ലാത്ത, അംശമില്ലാത്ത, ക്രിസ്തുവിന്റെ സുഗന്ധം ഇല്ലാത്തവരായി ഞാനും നിങ്ങളും മാറുമ്പോൾ നോമ്പ് നമ്മെ ഓർമ്മിപ്പിക്കേണ്ടത് കൊടുത്തു പഠിക്കണമെന്ന്. ഈ നോമ്പിൽ ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത് ഇത്ര മാത്രം: നമ്മൾ കൊടുത്തു പഠിക്കണം. എന്തിനാ നമ്മൾ കൊടുത്തു പഠിക്കുന്നത്? എപ്പോഴും കൊടുക്കുന്നവന്റെ കരങ്ങൾ മുകളിലായിരിക്കും, വാങ്ങുന്നവന്റെ കരങ്ങൾ എപ്പോഴും താഴ്ന്നുമിരിക്കും. അതുകൊണ്ട് ഈ നോമ്പ് കാലം സഹോദരങ്ങളെ, സഹജീവികളെ കരുതുവാനും കാണുവാനും ആവശ്യങ്ങളിൽ അവരോട് താതാത്മ്യപ്പെടുവാനുമുള്ള ഒരു കാലമായി വേർതിരിക്കപ്പെടുമ്പോൾ കൊടുത്തു പഠിച്ച് നമ്മൾ തുടങ്ങുവാൻ ഇടയാവട്ടെ എന്ന് ആമുഖ വാക്കുകളിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. പഴയ നിയമ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ യഹോവ റാഫ, ഞാൻ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു. ഇത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ പഴയ ചരിത്രത്തിന്റെ നാളുകളിൽ കൂടുതലായി കാണുന്ന ഒരാശയമാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 35 അത്ഭുതങ്ങൾ, മിറക്കിൾസ് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ 24 എണ്ണവും യേശു തമ്പുരാന്റെ ഹീലിംഗ് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ശിഷ്യന്മാർ ചെയ്ത അത്ഭുതങ്ങളുണ്ട്. എല്ലാം കൂടി ചേർത്ത് 35 മിറക്കിൾസിനെ കുറിച്ച് പുതിയ നിയമഭാഗങ്ങളിൽ പ്രതിപാദിക്കുമ്പോൾ അതിൽ 24 യേശു തമ്പുരാന്റെ ഹീലിംഗ് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജീവിതത്തിന്റെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു സമൂഹമാണ് പഴയ നിയമത്തിലെ ഇസ്രായേൽ സമൂഹമെന്ന് നമുക്കറിയാം. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തെ പഠന വിഷയമാക്കിയ ബ്രൂക്ക്മാൻ എന്ന് പറയുന്ന ഒരു ചിന്തകൻ അവരുടെ ജീവിതത്തിന്റെ കഷ്ടനഷ്ടങ്ങളുടെ, സങ്കടങ്ങളുടെ, വേദനകളുടെ നാൾവഴികളിലെ വിശകലനം ചെയ്തുകൊണ്ട് 4 പ്രത്യേകതകൾ പറയുന്നുണ്ട്. ഒന്ന്, പീപ്പിൾ വിതൗട്ട് ഹോപ്പ്, പ്രതീക്ഷയില്ലാതെ പ്രത്യാശ നശിച്ചുപോയ ഒരു കൂട്ടം ആളുകൾ. 2, പീപ്പിൾ വിതൗട്ട് പോസിബിലിറ്റി, സാധ്യതകൾ അന്യമായി പോയ ഒരു സമൂഹം. 3 പറയുന്നത് പീപ്പിൾ വിതൗട്ട് വോയിസ്, പലപ്പോഴും നിശബ്ദമാക്കപ്പെട്ട, ശബ്ദം അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹമായി അവരുടെ മരുഭൂപ്രയാണ കാലഘട്ടങ്ങളിൽ നാം മനസ്സിലാക്കുന്നുണ്ട് പലപ്പോഴും. 4, പീപ്പിൾ വിതൗട്ട് ഫ്യൂച്ചർ, ഭാവി അൺസെർട്ടനായ,
അനിശ്ചിതത്വം വരും കാലങ്ങളിൽ നാളെ എന്ത് സംഭവിക്കുമെന്നും എങ്ങനെയാണെന്നും വലിയ ബോധ്യമില്ലാതെ ചില സമയങ്ങളിൽ കടന്നുപോയ ഒരു സമൂഹം, പ്രതീക്ഷ നഷ്ടപ്പെട്ട, സാധ്യതകൾ അന്യം നിന്നുപോയ, നിശബ്ദമാക്കപ്പെട്ടു പോയ, ഭാവിയെക്കുറിച്ച് അനിശ്ചിതത്വമുള്ള ഒരു സമൂഹമായിരുന്നു ഇസ്രായേൽ മക്കൾ, പഴയ നിയമ ഇസ്രായേൽ സമൂഹം. പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ 5-ാം അധ്യായത്തിൽ ഇതേ പ്രത്യേകതകളിൽ കൂടി കടന്നു പോകുന്ന ഒരു മനുഷ്യനെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. പ്രതീക്ഷ നശിച്ചുപോയ, സാധ്യതകൾ നഷ്ടപ്പെട്ടു പോയ, സമൂഹ മധ്യത്തിൽ ജീവിച്ചിരുന്ന ഇടങ്ങളിൽ അടിച്ചമർത്തുക, നിശബ്ദമാക്കപ്പെട്ടു പോയ, ഭാവിയെക്കുറിച്ച് യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ അൺസെർട്ടനിറ്റിയിൽ, അനിശ്ചിതത്വത്തിൽ കൂടി കടന്നുപോയ ഒരു മനുഷ്യൻ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ അദ്ദേഹത്തിന്റെ സുവിശേഷത്തെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ ഗോസ്പൽ ഓഫ് സെയിന്റ് ജോൺ, ദാറ്റ് ഈസ് ഈക്വലന്റ് ടു ഗോസ്പൽ ഓഫ് സയൻസ്, അടയാളങ്ങളുടെ, അത്ഭുതങ്ങളുടെ സുവിശേഷമെന്ന് പറയപ്പെടുന്നുണ്ട്. നമുക്കറിയാം, നോമ്പ് ആരംഭിച്ചപ്പോൾ യേശുദമ്പുരാൻ ചെയ്ത ഒന്നാമത്തെ അടയാളം കാനാവിലെ കല്യാണ ഭവനത്തിൽ വെള്ളം വീഞ്ഞാക്കിയത് യോഹന്നാൻ ശ്ലീഹ 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പ്രതിപാദിക്കുമ്പോൾ യോഹന്നാൻ ശ്ലീഹ തന്നെ അദ്ദേഹത്തിന്റെ സുവിശേഷത്തിൽ യേശുദമ്പുരാന്റെ മറ്റൊരു അടയാളം, അത്ഭുതം രണ്ടാമത് രേഖപ്പെടുത്തുന്നുണ്ട്. യേശുദമ്പുരാൻ ചെയ്ത രണ്ടാമത്തെ അത്ഭുതമല്ല. യോഹന്നാൻ ശ്ലീഹ തന്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ അതിന്റെ അവസാന പാരഗ്രാഫിൽ കഫർന്നഹൂമിലെ രാജഭൃത്യന്റെ മകനെ സൗഖ്യമാക്കുന്ന സംഭവത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. മൂന്നാമത് യോഹന്നാൻ ശ്ലീഹ തന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്ന അത്ഭുത രോഗസൗഖ്യമാണ് ഇന്ന് നമ്മുടെ ചിന്താ വിഷയമായി ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ള വേദഭാഗം. യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 1 മുതൽ 18 വരെയുള്ള ഭാഗങ്ങളിൽ നാം വായിച്ച് മനസ്സിലാക്കുന്ന ബലഹീനരുടെ ബേഥെസ്ത കുളവും അതിന്റെ പരിസരങ്ങളിലുമുള്ള ചില ആളുകളെ, അവരുടെ ജീവിത പശ്ചാത്തലങ്ങളെ നാം പരിശോധിക്കുമ്പോൾ ഇല്ലായ്മകളെ ഓർത്ത് വല്ലായ്മപ്പെടുന്ന ഒരു മനുഷ്യൻ, സൗഖ്യത്തിനുള്ള പരക്കം പാച്ചിൽ കഴിഞ്ഞ 38 സംവത്സരമായി ചുറ്റുപാടും കണ്ട് സൗഖ്യം കിട്ടിക്കഴിഞ്ഞുള്ള അവരുടെ ഓട്ടം തിരിച്ചറിഞ്ഞ് ഒരുതരം നിസ്സഹായതയിൽ കൂടി കടന്നു പോകുന്ന ഒരു മനുഷ്യൻ, ഇതിനിടയിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കഴിഞ്ഞുകൂടുന്ന, ഒതുങ്ങിക്കൂടുന്ന ഒരു മനുഷ്യൻ, അവനാണ് ബേഥെസ്ദയിലെ കുളക്കരയിലെ രോഗി. 38 സംവത്സരമായി രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവനെ തേടിയാണ് നസ്രായനായ യേശു കടന്നു വരുന്നത്. നാളെ സന്ധ്യ കഴിയുമ്പോൾ തളർവാദ രോഗിയെ അനുസ്മരിക്കുന്ന വേദഭാഗങ്ങളിലേക്ക് സഭയാകമാനം ഈ നോമ്പ് കാലഘട്ടത്തിന്റെ 3-ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗമായി പിതാക്കന്മാർ ക്രമീകരിച്ചിട്ടുള്ളത് പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്ന വിശുദ്ധ മർക്കോസ് ഏവൻഗേലിസ്തയുടെ സുവിശേഷത്തിലെ 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണെങ്കിൽ, വിശുദ്ധ ഏവൻഗേലിയോൻ വായനയ്ക്ക് ശേഷമുള്ള ഗീതത്തിൽ നാം ഈ മനുഷ്യനെ, ഈ തളർവാദ രോഗിയെ 38 ആണ്ട് സ്തംഭിതനായി ഒരു കട്ടിലിൽ കിടക്കുന്നവന്റെ ഓർമ്മ പുതുക്കുന്നുണ്ട് ഗീതരൂപത്തിൽ. ബേഥെസ്ദ, that is equivalent to the separated world, വേർതിരിക്കപ്പെട്ട ഒരു ലോകം എന്നൊരു വ്യാഖ്യാനം ചിന്തകന്മാര് ബേഥെസ്ദയ്ക്ക് നൽകുന്നുണ്ട്. കാലികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഡേ കെയർ സെന്ററുകൾ പോലെ, പകൽ വീടുകൾ എന്ന് നമ്മൾ വിളിക്കുന്ന ഇടങ്ങൾ പോലെ, അനാഥ മന്ദിരങ്ങൾ പോലെ, ഓൾഡ് ഏജ് ഹോമുകൾ അല്ലെങ്കിൽ വൃദ്ധസദനങ്ങൾ പോലെ ഒരു പടി കൂടി കടന്നാൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്റർ എന്ന് വിളിക്കുന്ന സ്വാന്തന പരിചരണ ഇടങ്ങൾ പോലെ ജീവിതത്തിന്റെ ഏതാണ്ട് അവസാന നാളുകളിൽ താമസിക്കുവാനും ആയുസ് പൂർത്തീകരിക്കുവാനും ഉള്ള സംരക്ഷണ കേന്ദ്രം പോലെ, അങ്ങനെയുള്ള പരിചരണ ഇടങ്ങൾ പോലെ ബേഥെസ്ദയെ നമ്മൾ കണക്കാക്കുവാൻ സാധിക്കുമെന്നാണ് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത്. കാരണം അവിടെ നിരവധിയായിട്ടുള്ള രോഗികൾ, അശരണനും ആലംബഹീനരും കുഷ്ഠരോഗികളും
മുടന്തനും ക്ഷയരോഗികളും ഇവനെ പോലെയുള്ള തളർവാദ രോഗികളുമായിട്ടുള്ള ധാരാളം പേര്. അവരുടെ കൂട്ടത്തിൽ ഇവൻ ഏറെ സങ്കടങ്ങളിൽ പ്രയാസങ്ങളിലൂടെ കടന്നു പോവുകയാണ്. പിതാക്കന്മാർ ബെഥെസ്ദ കുളത്തെ പൂൾ ഓഫ് റിപ്പന്റൻസ് എന്ന് പറയുന്നുണ്ട്. കാരണം ക്രിസ്തീയ സ്നാനത്തിന്റെ വിശുദ്ധ മാമോദിസായുടെ മുൻകുറിയായിട്ടാണ് പിതാക്കന്മാര് ബെഥെസ്ദ കുളത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. തളർന്നു കിടക്കുന്ന മനുഷ്യകുലമാണ് ഈ രോഗി. പറുദീസായിൽ നിന്നുള്ള വീഴ്ച കൊണ്ടാണ് തളർച്ച സംഭവിച്ചിരിക്കുന്നത്. രോഗികളായ മനുഷ്യവർഗത്തെ തന്നെത്താൻ കുളത്തിലിറക്കുവാൻ രോഗം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് പരസഹായം കൂടിയേ മതിയാവൂ. ആ പരസഹായം നൽകുന്നവൻ ക്രിസ്തുവാണ്. ക്രിസ്തുവിന്റെ സഹായമില്ലാതെ ആർക്കും അദമ്യ വംശജരായ മനുഷ്യർക്ക് നിത്യജീവൻ കരഗതമാക്കി രോഗസൗഖ്യം നേടണമെങ്കിൽ ക്രിസ്തുവിന്റെ സഹായം സാന്നിധ്യം കൂടിയേ മതിയാവൂ. വിശുദ്ധനായ അഗസ്തീനോസ് അലിഗോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ നടത്തുമ്പോൾ ഈ വേദഭാഗത്തെ കുറിച്ച് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. രോഗഗ്രസ്തമായ ഇസ്രായേൽ സമൂഹത്തെ കുറിക്കുന്നു. 5 മണ്ഡപങ്ങളിൽ 5 പെൻഡറ്റുക് മോശയിക ന്യായപ്രമാണങ്ങളായ പഞ്ചഗ്രന്ഥങ്ങളെ കുറിക്കുന്നു. ഈ 5 മണ്ഡപങ്ങളിലെ മണ്ഡപം ന്യായപ്രമാണത്തിന്റെ തോറ എന്ന് പറയുന്ന നിയമപുസ്തകങ്ങളെ 5 പുസ്തകങ്ങളെ പ്രത്യേകമായിട്ട് വിശുദ്ധീകരിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: രോഗി എത്ര കാലം ഈ 5 മണ്ഡപങ്ങളിൽ ഇരുന്നാലും ഒരിക്കലും സൗഖ്യപ്പെടുകയില്ല. കുളത്തിൽ ഇറങ്ങിയാൽ മാത്രമേ, മലഖ കുളം കലക്കുമ്പോൾ ഇറങ്ങിയാൽ മാത്രമേ സൗഖ്യപ്പെടുകയുള്ളൂ. അതുപോലെ മോശയിക ന്യായപ്രമാണ ഗ്രന്ഥങ്ങൾ അക്ഷരം പ്രതി പാലിച്ചാൽ ഒരു മനുഷ്യന് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധ്യമല്ല. അതിനുള്ള വഴികൾ കാട്ടിത്തരുവാൻ മാത്രമേ മോശയിക ന്യായപ്രമാണ ഗ്രന്ഥങ്ങൾക്ക് സാധ്യമാവുകയുള്ളൂ. 38 സംവത്സരം വിശുദ്ധനായ അഗസ്തീനോസ് വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്. നാം വായിച്ചു കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും ഇസ്രായേൽ മക്കളുടെ മരുഭൂപ്രയാണകാലം ആകെ 40 സംവത്സരം. ആവർത്തന പുസ്തകത്തിൽ പറയുന്നത് പോലെ കാദേശ് ബർണയിൽ നിന്ന് തുടങ്ങി ഇസ്രായേൽ മക്കളുടെ മരുഭൂപ്രയാണകാലം 38 സംവത്സരം. അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് വിശുദ്ധനായ അഗസ്തീനോസ് ഇതിന് അലിഗോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ നിർവഹിക്കുന്നത്. കുളവും ബെഥെസ്ദ കുളവും അതിലെ വെള്ളവും അതിന്റെ ഇളക്കവും അദ്ദേഹവും പറയുന്നു പരിശുദ്ധ മാമോദിസ കൂദാശയെ കുറിക്കുന്നു. കാരണം മാമോദിസ കൂദാശയുടെ സമയത്ത് പരിശുദ്ധ മൂറോനും എടുത്ത് കാർമ്മികർ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്: ദൈവമേ, വെള്ളം നിന്നെ കണ്ടു, വെള്ളം നിന്നെ കണ്ട് ഭയപ്പെട്ടു. സൃഷ്ടിയുടെ ആരംഭത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഈസ് വേവറിംഗ് ഓവർ ദ വാട്ടർ. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഇതുമായി ബന്ധപ്പെടുത്തിയാണ് വിശുദ്ധനായ അഗസ്തീനോസ് മാമോദിസ കൂദാശയുമായി ബന്ധപ്പെടുത്തി ഇതിന് വ്യാഖ്യാനം നൽകുന്നുണ്ട്. സ്വർണ്ണനാവുകാരനായ മോർ ഇവാനിയോസ്, ജോൺ ക്രിസോസ്റ്റം എന്ന് പറയുന്ന സഭാപിതാവും ന്യായപ്രമാണങ്ങളുമായി ബന്ധപ്പെടുത്തി ഈ 5 മണ്ഡപങ്ങളെ വ്യാഖ്യാനിക്കുന്നുണ്ട്. യെരുശലേം ദേവാലയത്തിന്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ഈ ബെഥെസ്ദ കുളം. ചിന്തകന്മാര് ഈ വേദഭാഗത്തെ കുറിച്ച് വിശദമായ പഠനം നടത്തി വ്യാഖ്യാനിക്കുമ്പോൾ അവർ പറയുന്നത് ഈ ഷീപ്പ് ഗേറ്റ്, ആട്ടുവാതിൽ, ബെഥെസ്ദ കുളത്തോട് ചേർന്നുണ്ട്. യെരുശലേം ദേവാലയത്തിലേക്ക് ബലിവസ്തുക്കളെ, യാഗമൃഗങ്ങളെ ബലിയർപ്പിക്കുവാനായി കൊണ്ടുവരുമ്പോൾ, കുഞ്ഞാടുകളെ ബലിയർപ്പിക്കുവാനായി കൊണ്ടുവരുമ്പോൾ ബലിപീഠത്തിങ്കിലേക്ക് ഈ യാഗവസ്തുക്കളെ പ്രവേശിപ്പിക്കുന്നതിന് മുമ്പായി ഇവയുടെ ആന്തരിക അവയവങ്ങൾ കഴുകി ശുദ്ധീകരിക്കുവാനായി ബെഥെസ്ദ കുളത്തിലെ ജലം ഉപയോഗിച്ചിരുന്നു എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷമാണ് ശുദ്ധീകരിച്ച് പ്രത്യേകമായി കഴുകി വിശുദ്ധീകരിച്ചിട്ട് യാഗമൃഗങ്ങളെ അവിടേക്ക് അകത്തേക്ക് ഈ ആട്ടുവാതിൽ വഴി പ്രവേശിപ്പിച്ചിരുന്നത്. ഈ ആട്ടുവാതിലിനോട് ചേർന്ന് പ്രവേശിപ്പിക്കുന്ന ഇടത്താണ്, നോർത്തേൺ സൈഡിലാണ് ഈ ബെഥെസ്ദ കുളമുള്ളത്. ഇപ്പോഴും വിശുദ്ധനാട് സന്ദർശിക്കുന്നവർക്ക് ബോധ്യമാകുന്നുണ്ട്. അവിടെ ഈ വടക്കു ഭാഗത്ത് ബെഥെസ്ദ കുളത്തിന്റെ
അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ളത്. കഴിഞ്ഞ 38 സംവത്സരമായി നിരങ്ങി ഓരോ പ്രാവശ്യവും ഭൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കുമ്പോൾ ആദ്യം ഇറങ്ങുവാനുള്ള പരിശ്രമം ഇവനും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ 38 സംവത്സരമായി നിരങ്ങി പുറവും കാലുകളും തഴമ്പിച്ചു പോയ ഒരു മനുഷ്യനാണ് ഈ രോഗി. ഈ ഹതഭാഗ്യനായ നിസ്സഹായനായ ഈ മനുഷ്യൻ, അവന്റെ ജീവിതത്തിലെ 3 പ്രത്യേകതകൾ പറഞ്ഞ് ഞാൻ ഇന്നത്തെ എന്റെ സന്ദേശം അവസാനിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. 1, ഇവന്റെ പ്രത്യേകത, he was diseased and depressed. അവൻ രോഗിയായിരുന്നു, ഒപ്പം ധൈര്യം ചോർന്നുപോയ ഒരു മനുഷ്യനുമായിരുന്നു. ക്യാൻസർ പോലെയുള്ള രോഗം പിടിപെട്ടാൽ സൗഖ്യപ്പെട്ടവർ ഇവിടെയുണ്ട്. ക്യാൻസർ രോഗികളായിട്ടുള്ളവര് ഈ ധ്യാനത്തിൽ സംബന്ധിക്കുന്നുണ്ട്. ക്യാൻസർ പോലെയുള്ള രോഗം പിടിപെട്ടാൽ അതാണെന്ന് ഡയഗ്നോസ് ചെയ്ത് എന്തിന് ബയോപ്സിക്ക് അയക്കണമെന്ന് ഡോക്ടർമാർ പറയുമ്പോൾ തന്നെ ഭയപ്പെട്ട് സംഘർഷങ്ങളിൽ കൂടി കടന്നുപോയത് ഉള്ള ധൈര്യമൊക്കെ വിൽ പവർ ചോർന്നു പോകുന്ന അനേകം ആളുകളുണ്ട്. അവർ തീരാ വേദനയിലും സങ്കടത്തിലും മാനസിക വ്യഥകളിലും കൂടി കടന്നു പോകുന്ന അനേകം ആളുകളുണ്ട്. എന്നാൽ വിൽ പവറിൽ അതിനെ അതിജീവിച്ച് പിടിച്ചു നിൽക്കുന്ന ചില ആളുകളെയും രോഗത്തെ അതിജീവിച്ച് മുന്നേറുന്നവരെയും നമ്മൾ കണ്ടിട്ടുണ്ടാവും. രോഗത്തിന്റെ ആദ്യ നാളുകളിൽ സന്ദർശകരുടെ ബഹളമായിരിക്കും. സമാജക്കാരും പള്ളിക്കാരും പ്രാർത്ഥനക്കാരും സ്നേഹിതരും അയൽവക്കക്കാരും ബന്ധുജനങ്ങളും. അങ്ങനെ ആദ്യ നാളുകളിൽ മരുന്നോ ഭക്ഷണമോ യഥാസമയം കഴിക്കാൻ പോലും സാധിക്കാത്ത അത്ര വലിയ നിരക്കാണ്. എന്നാൽ ഡോക്ടർമാർ വിധി എഴുതും, 6 മാസത്തിലധികമില്ല, അല്ലെങ്കിൽ 1 വർഷത്തിനപ്പുറം മുന്നോട്ട് പോവുകയില്ല. ഇത് കേൾക്കുമ്പോൾ ക്രമേണ വിസിറ്റേഴ്സിന്റെ വരവ് കുറയും. അച്ഛന്മാരുടെ നിത്യമായ സന്ദർശനമോ ഫോൺ വിളികളിൽ മാത്രമാകും, വല്ലപ്പോഴുമാകും. പ്രാർത്ഥനക്കാരുമൊക്കെ വീട്ടുകാരെ കാണുമ്പോൾ ചോദിച്ചെന്ന് വരിയിൽ അത്രയുമാകും. ഇങ്ങനെ ക്രമേണ നമ്മൾ നമ്മുടേതായ ലോകത്തിലേക്ക് മാറുമ്പോൾ ഈ രോഗികൾ അവരുടേതായ ഒറ്റപ്പെട്ട ജീവിതത്തിന്റെ മാനസിക വ്യഥകളിൽ അവരെ കഴിഞ്ഞുകൂടും, ഒതുങ്ങിക്കൂടുകയാണ്. ഉള്ള ധൈര്യമൊക്കെ ആദ്യ നാളുകളിൽ ഒരുപക്ഷെ സൗഖ്യപ്പെടുമെന്നുള്ള ചിന്തയിൽ അവർ പ്രാർത്ഥനയിൽ മുഴുകിക്കഴിഞ്ഞെങ്കിൽ ഇപ്പോൾ നീണ്ടു നിൽക്കുന്ന രോഗം, ശാരീരിക ബലഹീനതകൾ, കീമോതെറാപ്പി, റേഡിയേഷൻ പ്രോസസ്സുകളൊക്കെ അവരെ ഒന്ന് തകർച്ചയുടെ വക്കിൽ ധൈര്യം ചോർത്തിക്കളയുന്നതായ അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ സാധ്യതയുണ്ട്. സൈക്കോ സൊമാറ്റിക് ന്യൂമാറ്റിക് ഡിസോർഡർ എന്നാണ് ഈ ഒരു കാലഘട്ടത്തിൽ രോഗത്തെ പ്രത്യേകമായി വേർതിരിക്കുന്നത് പറയുന്നത്. ശാരീരിക മാനസിക ആത്മീക ജീവിതത്തിന്റെ താളപ്പിഴ സംഭവിക്കുന്ന ഇടത്താണ് ഒരുവൻ രോഗിയായി മാറുന്നത്. ഈ 38 സംവത്സരത്തെ രോഗബാധിതനായ മനുഷ്യനെ നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ ഫിസിക്കലി അവൻ ഡിസബിലിറ്റി ഉള്ള ആളാണ്, ഡിസേബിൾ ആണ്. അവന്റെ ഫിസിക്കൽ ഡിസബിലിറ്റി, ശാരീരികമായ തകർച്ച, തളർച്ച അവനെ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. അവന്റെ മെന്റൽ സ്റ്റേറ്റസ് നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ 38 സംവത്സരമായി അവൻ തകർന്നിരിക്കുകയാ. ആരുമില്ല എന്നുള്ള അവന്റെ സങ്കടവും, കൂടെ നിൽക്കാൻ ആരുമില്ലാത്ത അവന്റെ പ്രയാസവും, പ്രിയപ്പെട്ടവരൊക്കെ അവനെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള അവന്റെ മാനസിക വ്യഥയും അവനെ മെന്റൽ സ്റ്റേറ്റസിൽ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി അവന്റെ സ്പിരിച്വാലിറ്റി നോക്കിയാലോ? സ്പിരിച്വൽ റലം നമ്മളൊന്ന് പരിശോധിച്ചാൽ തൊട്ടടുത്ത് യെരുശലേം ദേവാലയമുണ്ട്. പക്ഷേ കഴിഞ്ഞ 38 സംവത്സരമായി ദേവാലയ ബന്ധം അപ്രാപ്യമായി പോയ ഒരു മനുഷ്യനാണ് ഇവൻ. തൊട്ടടുത്ത് ദേവാലയം ഉണ്ടായിട്ടും ദേവാലയ ബന്ധം നഷ്ടമായി പോയ ഒരു മനുഷ്യൻ. സാധാരണ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു വാചകമുണ്ട്, നിയറർ ദ ചർച്ച് ഫാർ അവേ ഫ്രം ഗോഡ്. നിയറർ ദ ചർച്ച് ഫാർ അവേ ഫ്രം ഗോഡ്. ദൈവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നു എന്ന് കരുതി പള്ളിയുമായി ദേവാലയവുമായി ഇടപെട്ട് ജീവിക്കുന്നവരൊക്കെ
ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന കാഴ്ചയാ ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത. ബെഥെസ്ദ കുളക്കര ഒരു മെഡിക്കൽ കോളേജ് പോലെ. അവിടെ നാനാവ്യാധിക്കാർ, ക്ഷയരോഗികൾ, കുരുടർ, മുടന്തർ, കുഷ്ഠരോഗികൾ, ഇങ്ങനെ പല വിധത്തിലുള്ള വ്യാധിക്കാരുണ്ട്. ബൈസ്റ്റാൻഡേഴ്സായി അവരെ കൈക്ക് പിടിച്ച് ആദ്യം കുളത്തിൽ ഇറക്കുവാനായി വീട്ടുകാരും സ്നേഹിതരും ബന്ധുക്കളും പ്രിയപ്പെട്ടവരുമായി ധാരാളം പേര് ഒപ്പം ഉണ്ട്. 5 മണ്ഡപങ്ങളുടെ പരിസരങ്ങൾ അങ്ങനെ ജനങ്ങളുടെ ബാഹുല്യത്താൽ നിറഞ്ഞിരിക്കുന്നു. പുരുഷാരം അവിടെ ധാരാളമുണ്ട്, ജനക്കൂട്ടം അവിടെയുണ്ട്. രോഗികളും ബൈസ്റ്റാൻഡേഴ്സുമായി ധാരാളം പേര്. ആരുമില്ലാത്ത ഇവനെ തേടിയാണ് നസ്രായനായ യേശു കടന്നു വരുന്നത്. ഒരിക്കൽ സൺഡേ സ്കൂൾ ക്ലാസ്സിൽ കുഞ്ഞുങ്ങൾക്ക് ഈ വേദഭാഗം, ഈ അത്ഭുത രോഗസൗഖ്യം കഥാരൂപത്തിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സൺഡേ സ്കൂൾ അധ്യാപകൻ സാറ് കുഞ്ഞുങ്ങളോട്, കൊച്ചു കുഞ്ഞുങ്ങൾ 5-6 വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ ക്ലാസ്സാണ്, കുഞ്ഞുങ്ങളോട് ചോദിച്ചു, മക്കളെ നിങ്ങൾക്ക് നല്ല ഒരു കഥയല്ലേ ഞാൻ ഇന്ന് യേശു അപ്പച്ചന്റെ അത്ഭുത രോഗസൗഖ്യവുമായി ബന്ധപ്പെട്ട് ബെഥെസ്ദ കുളക്കരയിലെ രോഗിയെക്കുറിച്ച്, അവന്റെ സൗഖ്യത്തെക്കുറിച്ച് പറഞ്ഞു തന്നത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇന്ന് കോമൺ സെൻസ് ഉള്ള, ബുദ്ധിയുള്ള ഒരു സൺഡേ സ്കൂൾ അധ്യാപകരും സ്കൂളിലെ ടീച്ചേഴ്സും കുഞ്ഞുങ്ങൾക്ക് സംശയ നിവാരണത്തിനുള്ള സാധ്യത കൊടുക്കാറില്ല, സാഹചര്യം ഉണ്ടാക്കാറില്ല. കാരണം ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ സംശയവും ചോദ്യങ്ങളും അതിന് മറുപടി പറയാൻ സാധിക്കാതെ വിഷമിക്കുന്നവരാ മാതാപിതാക്കളായാലും അധ്യാപകരായാലും സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ആയാലും. ഏതായാലും ഈ അധ്യാപകൻ സാറ് അവസരം കൊടുത്തപ്പോ ഒരു കൊച്ചുമിടുക്കൻ 5-6 വയസ്സുള്ള ഒരു കുഞ്ഞ് എഴുന്നേറ്റ് നിന്ന് സാറിനോട് ഇങ്ങനെ ചോദിച്ചു, സാറേ എനിക്ക് ഈ വേദഭാഗത്തെ കുറിച്ച് ഒരു സംശയമുണ്ട്. എന്താണ് മോനെ നീ ചോദിക്കുന്നത്? അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സാർ പറഞ്ഞു, സാർ എന്റെ സംശയം ഇതാ, എന്നും മാലാഖ കുളം കലക്കുവാൻ വരുമോ? എന്റെ സംശയം ഇതാണ്, ഈ വേദഭാഗത്തെ കുറിച്ച് ബെഥെസ്ദ കുളത്തിൽ ഇരിക്കുന്ന രോഗികൾക്ക് സൗഖ്യം നൽകുവാൻ എന്നും മാലാഖ വരുമോ? സാറ് മറുപടി പറയുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിച്ചു. കൊച്ചുകുഞ്ഞുങ്ങളായതുകൊണ്ടും അവരോട് മറുപടി പറയുന്നത് സൂക്ഷിച്ചു വേണം എന്നുള്ളത് കൊണ്ടും അദ്ദേഹം ഒന്ന് ആലോചിച്ചു. എന്നും വരുമെന്ന് പറഞ്ഞാൽ ഇവൻ ഒരുപക്ഷെ എന്നോട് ചോദിക്കും, സാറിന് എന്താ ഇത്ര ഉറപ്പ്? എന്നും വരുമെന്ന് വേദപുസ്തകത്തിൽ പറയുന്നുണ്ടോ? മോനെ എന്നും വരികയില്ല എന്ന് മറുപടി പറഞ്ഞാൽ അപ്പോഴും ഇവൻ ചോദിക്കാൻ സാധ്യതയുണ്ട്, സാറേ ബൈബിളിൽ എവിടാ എന്നും വരികയില്ലെന്ന് പറയുന്ന ഒന്ന് കാണിച്ചു തരാം. എന്തുത്തരം പറഞ്ഞാലും കുഴപ്പമാണെന്ന് അധ്യാപകന് മനസ്സിലായപ്പോൾ സാറ് എങ്ങും തൊടാതെ, നമ്മുടെ പിള്ളേർ ചിലപ്പോൾ ചോദിക്കുന്നതിന് മറുപടി നമ്മളും അങ്ങനെയൊക്കെ പറഞ്ഞ് രക്ഷപ്പെടും, എങ്ങും തൊടാതെ മറുപടി പറഞ്ഞ് നമ്മൾ രക്ഷപ്പെട്ടു പോകും. അതുപോലൊരു മറുപടി സാർ പറയുകയാണ്. സാർ പറയുക, മോനെ ഒരു പക്ഷേ എന്നും മാലാഖ വരുമായിരിക്കും. കാലാവസ്ഥ പ്രവചനം പറയുന്നത് പോലെ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. മഴ പെയ്താൽ അവർ പറയും ഞങ്ങൾ പ്രവചിച്ചായിരുന്നു, പെയ്തില്ലെങ്കിൽ അപ്പോഴും അവർ പറയും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് ഞങ്ങൾ പ്രവചിച്ചായിരുന്നു. അതുപോലൊരു മറുപടി പറയുകയാണ്, ഒരു പക്ഷേ മോനെ എന്നും മാലാഖ വരുമായിരിക്കും. നീ എന്താണ് അങ്ങനെ എന്നോട് ചോദിച്ചതെന്ന് അധ്യാപകൻ തിരിച്ചവനോട് ചോദിച്ചപ്പോ അവൻ പറയുന്ന മറുപടി ഇങ്ങനെയാ, ചുമ്മാതല്ല സാറേ, സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു എന്ന് വേദപുസ്തകത്തിൽ പറയുന്നത്. അങ്ങനൊരു വാക്യം എവിടാ? സങ്കീർത്തനത്തിലാണ്, 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. ചുമ്മാതല്ല സാറേ, സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു എന്ന് സങ്കീർത്തനത്തിൽ പറയുന്നത് എന്നവൻ മറുപടി. അതെന്താണ് മോനെ നീ ഇങ്ങനൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ, അല്ല സാറേ, മാലാഖമാരുടെ ഇടയിലും കുളങ്കലക്കികൾ ഉണ്ടല്ലോ എന്നോർത്തിട്ടായിരിക്കും ദൈവം തമ്പുരാൻ സ്വർഗത്തിലിരുന്ന് ചിരിക്കുന്നതെന്ന് അവൻ മറുപടി പറഞ്ഞു. മാലാഖമാരുടെ ഇടയിലും കുളങ്കലക്കികൾ ഉണ്ടല്ലോ എന്നോർത്തിട്ടായിരിക്കും ദൈവം തമ്പുരാൻ സ്വർഗത്തിലിരുന്ന് ചിരിക്കുന്നത്. ഒരു കാര്യം ഓർച്ചോണം പ്രിയമുള്ളവരെ, മാലാഖ കുളം കലക്കിയാൽ അത് മെഡിസിനൽ എഫക്റ്റ് ആണ്. ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും ആദ്യം ഇറങ്ങുന്നവന് സൗഖ്യം വരും. നമ്മുടെ കൂട്ടത്തിലും കൂട്ടായ്മയിലും സമാജത്തിലും പള്ളിയിലും പൊതുയോഗത്തിലും കമ്മിറ്റിയിലും കുടുംബയോഗങ്ങളിലും ഒക്കെ കുളം കലക്കികളുണ്ട്.
അവർ കലകിയാൽ 1ഉം 2ഉം തലമുറ കഴിഞ്ഞാലും കലങ്ങൾ മാറി തെളിഞ്ഞു വരണം എന്നില്ല. മലഘ കുളം കലകിയാൽ അത് മെഡിസിനൽ എഫക്റ്റ് ആയിരുന്നു. ഏത് വ്യാധി പിടിച്ചവൻ ആയിരുന്നാലും ആദ്യം ഇറങ്ങുന്നവന് സൗഖ്യം വരും. രണ്ടാമത്, ഈ ബെഥെസ്ദ കുളക്കരയിൽ കിടക്കുന്നവന്റെ പ്രത്യേകത, he was desolate and disappointed. അവൻ ഏകാകിയായിരുന്നു, ഒപ്പം നിരാശനായ മനുഷ്യനുമായിരുന്നു. അവൻ ഒറ്റപ്പെട്ടു പോയ, ഏകാകിയായ, ആരും സഹായിക്കുവാനില്ലാത്ത, ഒറ്റയ്ക്കായി പോയ എന്ന ചിന്തയിൽ കൂടി കടന്നുപോയ, ജീവിതത്തിന്റെ സങ്കടക്കടലിൽ നിരാശയിൽ വീണുപോയ ഒരു മനുഷ്യനായിരുന്നു. ഒരു ചിന്തകൻ പറയുന്നത്, എവരി ഡിസപ്പോയിന്റ്മെന്റ് ഈസ് ആൻ അപ്പോയിന്റ്മെന്റ് വിത്ത് ഗോഡ്. ജീവിതത്തിന്റെ നിരാശ നിറഞ്ഞ അനുഭവങ്ങളൊക്കെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സങ്കടങ്ങൾ വരുമ്പോ, ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നൽ വരുമ്പോ, ആരും സഹായിക്കുവാനില്ല എന്നുള്ള ചിന്ത നമ്മളെ മദ്ധിക്കുമ്പോ, മുഖം തിരിച്ച് മറ്റുള്ളവർ നടന്നു തുടങ്ങുമ്പോ, ആരും നമ്മെ തിരിഞ്ഞു നോക്കാതെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ സഹായിക്കേണ്ടവർ പുറം തിരിഞ്ഞു നിൽക്കുമ്പോ ഓർത്തോണം, ഇറ്റ് ഈസ് an appointment with God. Every disappointment is an appointment with God. ജീവിതത്തിന്റെ നൈരാശ്യം നിറഞ്ഞ അനുഭവങ്ങൾ ദൈവത്തെ മുഖാമുഖമായി കണ്ടുമുട്ടുവാനുള്ള അവസരമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്യമുണ്ട്, സങ്കീർത്തനം 46 സങ്കീർത്തനം 1-ാം വാക്യം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ജീവിതത്തിന്റെ കഷ്ടനഷ്ടങ്ങളിൽ ദൈവമാണ് സമീപസ്ഥൻ, ദൈവമാണ് നമുക്ക് തുണയായിട്ട് ഉള്ളത് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് മദർ തെരേസ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഗ്രേറ്റസ്റ്റ് ഡിസീസ് ഓഫ് അവർ ടൈം ഈസ് നീദർ ലെപ്രസി നോർ ക്യാൻസർ ബട്ട് ലോൺലിനെസ്. ഈ ഒരു കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി, രോഗമെന്ന് പറയുന്നത് അത് ലെപ്രസിയോ കുഷ്ഠരോഗമോ ക്യാൻസറോ ഒന്നുമല്ല, മനുഷ്യൻ ഒറ്റപ്പെട്ടു പോയ, ഏകാന്തത അനുഭവിക്കുന്ന ജീവിത സാഹചര്യങ്ങളാണ്. ഗ്രേറ്റസ്റ്റ് ഡിസീസ് ഓഫ് അവർ ടൈം ഈസ് നീദർ ലെപ്രസി നോർ ക്യാൻസർ ബട്ട് ലോൺലിനെസ്. ഗബ്രിയേൽ മാഴ്സലും ഇതിനോട് ചേർത്ത് വയ്ക്കുന്ന ഒരു ചിന്തയുണ്ട്. അതിങ്ങനെയാണ്, ഒരൊറ്റ ദുഃഖമേ ഉള്ളൂ, ഒറ്റയ്ക്കായിരിക്കുക. ഒരൊറ്റ ദുഃഖമേ ഉള്ളൂ, ഒറ്റയ്ക്കായിരിക്കുക. ഈ ഒരു സങ്കടം, ഒറ്റപ്പെട്ടു പോയി എന്നുള്ള സങ്കടത്തിന്റെ കടലിൽ കൂടി കടന്നു പോകുമ്പോ, ആഴമായ വേദനയിൽ അവനായിരിക്കുമ്പോ, നസ്രായനായ യേശു കടന്നു വന്ന് അവനോട് ചോദിക്കുകയാ, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഞാനും നിങ്ങൾ നോർമലാണെന്ന നമ്മുടെയൊക്കെ വിചാരം അല്ലേ? നോർമലാണല്ലോ അല്ലേ? കുഴപ്പം വല്ലതും ഉണ്ടോ? ഇല്ല. സത്യത്തിൽ അബ്നോർമലായിട്ടുള്ളവരും ഇത് തന്നെ പറയുന്നത്, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇവന്റെ മുമ്പിൽ യേശുദമ്പരൻ കടന്നു വന്ന് ചോദിക്കുകയാ, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? തനിക്ക് ലഭിക്കാതെ പോകുന്ന സൗഖ്യത്തെക്കുറിച്ചല്ല അവന്റെ പരാതി. അവൻ നോർമൽ ആണെങ്കിൽ ഒന്നുകിൽ അവൻ പറയണം യെസ്, അല്ലെങ്കിൽ അവൻ പറയേണ്ട മറുപടി നോ. ഇത് രണ്ടുമല്ല അവൻ അവിടെ പറയുന്ന മറുപടി. അവൻ പറയുന്ന രണ്ട് ന്യായങ്ങൾ. വി ക്യാൻ സീ ടു റീസൺസ് ദെയർ. ഒന്ന്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് മാത്രം ആരുമില്ല. ഐ ഹാവ് നോ വൺ ടു പുട്ട് മീ ഇൻ ടു ദ പൂൾ. യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് മാത്രം ആരുമില്ല. സത്യത്തിൽ അവിടെ ആരുമില്ലേ? ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ചുറ്റുപാടും ധാരാളം പേർ, അനേക രോഗികൾ ബൈസ്റ്റാൻഡേഴ്സായി അവരുടെ സൗഖ്യത്തിന് വേണ്ടി അവരെ കൈക്ക് പിടിച്ച് ഇറക്കുവാൻ, അവരെ എടുത്തുകൊണ്ട് ഇറക്കുവാൻ, അവർക്ക് താങ്ങായി തണലായി സൗഖ്യത്തിന്റെ വഴിച്ചാരയിൽ ഔഷധ പ്രവാഹത്തിന്റെ സമയത്ത് ആദ്യം ഇറക്കി സൗഖ്യം നേടി മടങ്ങിപ്പോകുവാൻ അനേകം ബൈസ്റ്റാൻഡേഴ്സ്, പ്രിയപ്പെട്ടവർ, ബന്ധുജനങ്ങൾ, സ്നേഹിതര്, കുടുംബക്കാര് എല്ലാവരും അവിടെ ചുറ്റുപാടുമുണ്ട്. പക്ഷെ അവൻ പറയുന്നു, എനിക്ക് മാത്രം ആരുമില്ല. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയും ഇതാ. കുടുംബങ്ങളിൽ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, പ്രായമായ മാതാപിതാക്കൾ ചോര നീരാക്കി
കഷ്ടപ്പാടുകളിൽ കൂടി കടന്നുപോയി മക്കളെ, മരുമക്കളെ, കൊച്ചുമക്കളെ പ്രാർത്ഥനയിലൂടെ വിശ്വാസത്തിൽ വളർത്തി വലുതാക്കി ചേർത്ത് നിർത്തിയ നമ്മുടെ മാതാപിതാക്കൾ വലിയ വീടുകളുടെ മുറിയുടെ കോണുകളിൽ കട്ടിലിന്റെ കാലിൽ പിടിച്ചുകൊണ്ട് കേഴുകയാ, എനിക്ക് മാത്രം ആരുമില്ല. മക്കളും മരുമക്കളും കൊച്ചുമക്കളും ധാരാളം. എന്റെ സങ്കടം കേൾക്കാൻ, എന്റെ കൂടെ അല്പം ഒന്നിരിക്കാൻ, എന്നെ കൂടെ പള്ളിയിൽ കൂട്ടിക്കൊണ്ടുപോകാൻ, എനിക്കിഷ്ടമുള്ള ആഹാരം തരാൻ, എന്റെ സങ്കടങ്ങളൊന്ന് ശ്രദ്ധിക്കുവാൻ, എന്നെ ഒന്ന് കേൾക്കുവാൻ, ഒരല്പസമയം എനിക്ക് വേണ്ടി മാറ്റിവെക്കാൻ എനിക്ക് മാത്രം ആരുമില്ല. ഭാര്യയായാലും ഭർത്താവായാലും മക്കളായാലും മാതാപിതാക്കളായാലും രോഗികളായാലും എല്ലാവരും കേഴുകയാ എന്റെ സങ്കടം മനസ്സിലാക്കാൻ, എന്നെ ഒന്ന് മനസ്സിലാക്കാൻ, എന്റെ പ്രയാസങ്ങൾ എന്തെന്നൊന്ന് തിരിച്ചറിഞ്ഞ് എന്നോടൊന്ന് താതാത്മ്യപ്പെടാൻ എനിക്ക് മാത്രം ആരുമില്ല. ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇവൻ പറയുന്ന ഒന്നാമത്തെ മറുപടി, ഐ ഹാവ് നോ വൺ ടു പുട്ട് മീ ഇൻ ടു ദ പോൾ. രണ്ടാമത് അവൻ പറയുന്ന ഒരു മറുപടി ന്യായം ഇങ്ങനെയാണ്, ഞാൻ തനിയെ ചെല്ലുമ്പോൾ എനിക്ക് മുമ്പേ മറ്റൊരുത്തൻ കുളത്തിൽ ഇറങ്ങിയിരിക്കും, വെള്ളത്തിൽ ഇറങ്ങിയിരിക്കും. ജീൻ പോൾ സാർത്രേ എന്ന് പറയുന്ന ചിന്തകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ, ദ അതർ ഇസ് മൈ ഹെൽ. അയൽക്കാരൻ, അവരൻ, ഞാൻ ഒഴികെ മറ്റുള്ളവരെല്ലാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് നരകം സൃഷ്ടിക്കുന്നവരാണ്. ഇവന്റെ ചിന്തയും അത് തന്നെയാണ്. ഞാൻ തനിയെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പേ വെള്ളത്തിൽ ഇറങ്ങിയിരിക്കും, അവന് സൗഖ്യം കിട്ടും. എന്റെ സൗഖ്യത്തിന് കഴിഞ്ഞ 38 സംവത്സരമായി വിഘാതമായി, തടസ്സമായി, പ്രതിബന്ധമായി നിലകൊള്ളുന്നത് മറ്റുള്ളവരാണ്. നമ്മുടെ എല്ലാം ചിന്ത ഇതാണ്. എൻ്റെ വളർച്ചയ്ക്ക്, എൻ്റെ ഉയർച്ചയ്ക്ക്, എൻ്റെ കുഞ്ഞുങ്ങളുടെ നന്മയ്ക്ക് മറ്റുള്ളവരൊക്കെ തടസ്സമാണെന്നുള്ള ചിന്തയിൽ, തെറ്റിദ്ധാരണയിൽ ഞാനും നിങ്ങളും എത്രയോ പേരോട് അകൽച്ച കാട്ടിയിട്ടുണ്ട്, അകന്നു പോയിട്ടുണ്ട്, മുഖം തിരിച്ച് നടന്നിട്ടുണ്ട്. അവർ മനസ്സറിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ നമ്മുടെ തെറ്റിദ്ധാരണ അങ്ങനെയാവാം. എന്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ കുഞ്ഞുങ്ങളുടെ നല്ല വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും നല്ല ഭാവിക്കും തടസ്സമാകുന്നത് മറ്റുള്ളവരാണ്. അവർക്ക് അസൂയയാണ് ഞങ്ങളുടെ വളർച്ചയിൽ. ഈ ഒരു ചിന്താഗതിയോടെ എത്രയോ പേരോട് മനസ്സിൽ ഈ ധാരണ വെച്ചു പുലർത്തി നമ്മൾ പെരുമാറുകയും ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. ബെഥെസ്ദ, ദാറ്റ് ഈസ് ഹൗസ് ഓഫ് മേഴ്സി, കരുണയുടെ ഭവനം എന്നൊരു വ്യാഖ്യാനം കൂടി പണ്ഡിതന്മാര് ബെഥെസ്ദയ്ക്ക് നൽകുന്നുണ്ട്. കരുണയുടെ ഭവനമാകേണ്ട ഈ ബെഥെസ്ദ കുളക്കര കഴിഞ്ഞ 38 സംവത്സരമായി ഇവനെ സംബന്ധിച്ചിടത്തോളം ഒരു മത്സര കളമായി. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, പടിമിടുക്കുള്ളവൻ ആരോഗ്യമുള്ളവൻ ഇവനെ തട്ടിത്തെറിപ്പിച്ച് തള്ളി മാറ്റി ആദ്യം ഇറങ്ങി സൗഖ്യപ്പെട്ട് മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നിസ്സഹായതയോടെ കഴിഞ്ഞ 38 സംവത്സരമായി ഇവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവന്റെ പരിദേവനങ്ങൾ താൻ പോരിമയ്ക്കെതിരെ അല്ല, തന്നെ തളർത്തിയ അവന്റെ മറ്റുള്ളവരുടെ താൻ പോരിമയ്ക്കെതിരെയും തന്നെ തളർത്തിയ ദൈവത്തോടല്ല, മറിച്ച് കുളത്തിൽ ഇറങ്ങുവാൻ അവനെ ഒരു കൈ സഹായമായി നീട്ടിക്കൊടുക്കുവാൻ, അവനെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് അതിലിറക്കി സൗഖ്യപ്പെടുത്തുവാനായി മനസ്സ് കാണിക്കാത്ത ആ ജനസമൂഹത്തോടാണ്. ക്രിസ്ത്യാനിറ്റി ഈസ് പെയിനിങ് വിത്ത് ദ പെയിൻ ഓഫ് ദ പെയിൻഡ്. വേദനിക്കുന്നവന്റെ വേദനയിൽ വേദനപ്പെടുന്നവനാണ് ക്രിസ്ത്യാനി. കൾച്ചർ, സംസ്കാരം. ഒരു ചിന്തകൻ പറയുന്ന വ്യാഖ്യാനം ഏറെ ശ്രദ്ധേയമാണ്. കൾച്ചർ മീൻസ് കൺസിഡറേഷൻ ഫോർ അതേഴ്സ്. അവരനെ പരിഗണിക്കുന്നതിനാണ് സംസ്കാരമെന്ന് പറയുന്നത്. മറ്റുള്ളവനെ കരുതുന്ന, മറ്റുള്ളവനെ പരിഗണിക്കുന്ന, മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ ചേർന്ന് നിൽക്കുക, അതാണ് സംസ്കാരം. ഞാനും നിങ്ങളൊക്കെ മരിച്ചു കഴിയുമ്പോൾ ശവസംസ്കാരം 1-2 ദിവസങ്ങൾക്ക് ശേഷമാണെങ്കിൽ പത്രം എടുത്തു നോക്കിയാൽ മരണവാർത്ത എങ്ങനായിരിക്കും? എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ട് അവസാനം സംസ്കാരം പിന്നീട്. ഞാൻ ചിലപ്പോൾ ഓർത്തിട്ടുണ്ട്, ചിലരെക്കുറിച്ചും ചിലരുടെ മരണവാർത്തയൊക്കെ കേൾക്കുമ്പോഴും
സ്വയം നമുക്കും ഒന്ന് വിശകലനം ചെയ്യാൻ സാധിക്കുന്നതാണ്. സംസ്കാരം പിന്നീടെന്ന് കാണുമ്പോൾ ജീവിച്ചിരുന്നപ്പോഴേ അതില്ലായിരുന്നു. സംസ്കാരം പിന്നീടെന്ന് പറയുമ്പോൾ മരിച്ചതിന് ശേഷം ഉണ്ടാവുക അറിയില്ല. സംസ്കാരം പിന്നീട് എന്ന് പറയുമ്പോൾ മറ്റുള്ളവന്റെ സങ്കടങ്ങളിൽ, മറ്റുള്ളവന്റെ പ്രയാസങ്ങളിൽ അവന് പ്രതിബന്ധമാകാതെ കൈക്ക് പിടിച്ചവനെ സൗഖ്യത്തിന്റെ വഴിത്താരയിലേക്ക് കൊണ്ടുവരുന്നവനാണ് സംസ്കാരമുള്ളവൻ. മൂന്നാമത്, ഈ വേദഭാഗം മനുഷ്യന്റെ പ്രത്യേകതയായി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, he was directed by Jesus Christ and delivered from his illness. യേശു തമ്പുരാൻ അവന് പുതിയ ജീവിതത്തിൽ അവന് മാർഗദർശനം നൽകി, ഒപ്പം അവനെ പാപബന്ധനത്തിൽ നിന്നും വിടുവിച്ചു. He was directed by Jesus Christ and delivered from his illness. യേശു തമ്പുരാൻ പുതിയ ജീവിതത്തിന് അവന് ദർശനം നൽകി, ഒപ്പം അവന്റെ പാപബന്ധനത്തിൽ നിന്നും അവനെ വിടുവിച്ചു. പെരുന്നാളിൽ സംബന്ധിക്കുവാനാണ് കർത്താവ് യെരുശലേമിലേക്ക് വരുന്നത്. ഈ ആട്ടുവാതിൽ ഉള്ള ബേഥേസ്ദ കുളത്തിന്റെ സമീപത്തുകൂടി 3 പെരുന്നാളുകൾ പ്രധാനമാണ്. പെസഹ, പെന്തിക്കോസ്തി, കൂടാര പെരുന്നാൾ. യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഏത് പെരുന്നാളെന്ന് ഇവിടെ പറയുന്നില്ല. പക്ഷേ തുടർന്നുള്ള വേദഭാഗങ്ങളും മുൻപുള്ള ഭാഗങ്ങളും പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ മോശയെക്കുറിച്ചുള്ള സംഭാഷണങ്ങൾ, പരാമർശങ്ങൾ അവിടെ വരുന്നത് കൊണ്ട് പെന്തിക്കോസ്തി പെരുന്നാൾ ആയിരിക്കാം ഈ പെരുന്നാൾ എന്നാണ് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത്. യേശു തമ്പുരാൻ സംബന്ധിക്കുവാനായിട്ട് വരുന്ന പെരുന്നാൾ പെന്തിക്കോസ്തി പെരുന്നാൾ. പെരുന്നാൾ ഏതുമാകട്ടെ, യേശു തമ്പുരാൻ പെരുന്നാളിൽ സംബന്ധിക്കുവാനാണ് ദേവാലയത്തിലേക്ക് പോകുന്നത്. പക്ഷേ ദേവാലയത്തിലേക്ക് പോകുന്ന യാത്ര മാറ്റിവെച്ചിട്ട് ആരാധനയേക്കാൾ മനുഷ്യന്റെ വേദനകളിൽ താതാത്മ്യപ്പെടുന്നതാണ്, അവന്റെ മുറിവുകളെ ഉണക്കുന്നതാണ് പ്രാധാന്യമുള്ളത്. പ്രധാനം എന്ന് പഠിപ്പിച്ചത് നല്ല ശമരിയക്കാരന്റെ ഉപമയിലൂടെ ക്രിസ്തുവാണ്. ആരാധനയേക്കാൾ മനുഷ്യന്റെ വേദനകളെ ഒപ്പുന്നതും അവന്റെ മുറിവുകൾ ഉണക്കുന്നതുമാണ് ദൈവസന്നിധിയിൽ സ്വീകാര്യോഗ്യമാകുന്നത്. അതുകൊണ്ട് നല്ല ശമരിയക്കാരന്റെ ഉപമ പഠിപ്പിച്ച സാക്ഷാൽ ശമരിയക്കാരനായ ക്രിസ്തു ഈ വേദഭാഗത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യെരുശലേം ദേവാലയത്തിലേക്ക് പോകുന്നതിനേക്കാൾ ഇവന്റെ സങ്കടങ്ങളിൽ പരിഹാരം കണ്ടെത്തുന്നതാണ് ശ്രേഷ്ഠം, ആരാധനയേക്കാൾ മഹത്വമായിരിക്കുന്നതെന്ന് ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾ ഈ അത്ഭുത രോഗസൗഖ്യം ഒന്നുകൂടി അടിവരയിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവ് അവന്റെ അടികൾ വന്ന് അവനോട് പറയുന്നു, നീ എഴുന്നേറ്റ്. അവൻ പറയുന്ന ന്യായങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് അതൊരു പ്രതിസന്ധിയായിട്ടോ പ്രശ്നമായിട്ടോ അവനോടുള്ള പരിഭവമോ പരാതിയായിട്ടോ മറുപടി പറയാതെ, നീ എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ അവൻ സൗഖ്യമായി കിടക്ക എടുത്ത് നടന്നു. സൗഖ്യമായി കിടക്ക എടുത്ത് നടന്നു തുടങ്ങിയത് എങ്ങോട്ട്? ദേവാലയത്തിലേക്ക്. ഡിസൈപ്പിൾഷിപ്പിന്റെ, ശിഷ്യത്വത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ തലം, സൗഖ്യം പ്രാപിച്ചാൽ ഞാനും നിങ്ങളും നടന്നു തുടങ്ങേണ്ടത് ആരാധന അർപ്പിക്കുവാൻ ദേവാലയ പരിസരങ്ങളിലേക്കാവണം നമ്മുടെ യാത്ര. ക്രിസ്തു സൗഖ്യം നൽകിയിട്ട് പുരുഷാരത്തിന്റെ ഇടയിൽ മറഞ്ഞു കളഞ്ഞു. അവൻ കിടക്കയും എടുത്ത് ദേവാലയ പരിസരങ്ങളിൽ നടന്നപ്പോ പരീശന്മാർ അവനെ തടഞ്ഞു നിർത്തി. അവനോട് ചോദിക്കുക, നോക്കൂ, ഇന്ന് ശബത്ത് ദിവസമാണ്, കിടക്കയെടുത്ത് നടക്കുന്നത് വിഹിതമല്ല എന്ന് നിനക്ക് അറിയാൻ പാടില്ലേ? കഴിഞ്ഞ 38 സംവത്സരമായി ഒറ്റ ഒരുത്തനും തിരിഞ്ഞു നോക്കിയിട്ടില്ല. സൗഖ്യം കിട്ടി നടന്ന് നേരെ ഒന്ന് നിന്നപ്പോ, നരിയാണി ഉറച്ച് ഒന്ന് നേരെ നിൽക്കാൻ പ്രാപ്തിയായപ്പോ ചോദ്യം ചെയ്യുന്ന സമൂഹത്തെയാണ് പരീശന്മാരിലൂടെ നമ്മൾ കാണുന്നത്. ഇതന്നെ നമ്മുടെ ജീവിതത്തിന് സംഭവിക്കുന്നത്. ഒരുത്തൻ ഒടുക്കുഴി കിടന്നാലും ഒരുത്തനും തിരിഞ്ഞു നോക്കത്തില്ല. അവന്റെ ദൈവകൃപ കൊണ്ടോ ദൈവവിശ്വാസം കൊണ്ടോ തലമുറകളുടെ അശ്രാന്ത പരിശ്രമം കൊണ്ടോ ഒന്ന് ഉയർന്നു വന്നാൽ അവനെ എങ്ങനെയെങ്കിലും ഇടിച്ചു താഴ്ത്താനും താഴ്ത്തിക്കെട്ടാനും വല്യപ്പന്മാരുടെയും വല്യമ്മമാരുടെയും ചരിത്രം മുതൽ കുടുംബചരിത്രം വിളമ്പി ഇപ്പോഴല്ലേടാ ഇവനൊക്കെ ഇങ്ങനൊക്കെ ആയത് എന്ന് പറഞ്ഞ്
ഇടിച്ചു താഴ്ത്താനും ശ്രമിക്കുന്ന ഒരു സമൂഹമാ ഞാനും നിങ്ങളും അടങ്ങുന്ന നമ്മുടെ സമൂഹം. ഇത് തന്നെ പരീശന്മാര് പറയുക, ശബത്താണ് കിടക്കയെടുത്ത് നടക്കുന്നത്, വിഹിതമല്ല. അവൻ പറയുന്ന മറുപടി, എന്നെ സൗഖ്യമാക്കിയവൻ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നടക്കുന്നു എന്നേ ഉള്ളൂ, അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് വേറെ ഉദ്ദേശമൊന്നുമില്ല. പുലിവാല് പിടിച്ചതുപോലെ രക്ഷപ്പെടാനായി അവൻ അത് മറുപടി പറയുന്നുണ്ട്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ദേവാലയ പരിസരത്ത് വെച്ച് യേശു തമ്പുരാൻ വീണ്ടും അവനെ കണ്ടുമുട്ടുമ്പോ അവനെ അരികിൽ വിളിച്ചു, നോക്കൂ, നീ ഇങ്ങ് വന്നാട്ടെ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിപ്പാതിരിപ്പാൻ ഇനിമേലാൽ നീ പാപം ചെയ്യരുത്. 5-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ നമ്മൾ ഇത് കാണുന്നുണ്ട്. അധികം തിന്മയായത് ഭവിപ്പാതിരിപ്പാൻ ഇനിമേലാൽ നീ പാപം ചെയ്യരുത്. യേശു തമ്പുരാൻ അവന്റെ അരികിലേക്ക് വരുമ്പോൾ, ഈ രോഗിയുടെ അരികിലേക്ക് ആദ്യം വരുമ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, യേശു അവനെ കണ്ടു. എന്നെ നിങ്ങളെല്ലാവരും കാണുന്നുണ്ട്, ഞാനും നിങ്ങളെല്ലാവരെയും കാണുന്നുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളെ കാണുന്നത് പോലെയോ നിങ്ങൾ എന്നെ കാണുന്നത് പോലെയുള്ള ഒരു കാഴ്ചയല്ല. യേശു അവനെ കണ്ടു എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് എ ഡിഫറെന്റ് സൈറ്റ്, ഇറ്റ് വാസ് എ ഡിഫറെന്റ് വിഷൻ. ഇത് വേറിട്ട ഒരു ദർശനമാണ്, ഇത് വേറിട്ട ഒരു കാഴ്ചയാണ്. ഇറ്റ് വാസ് മിയർലി ആൻ ഇൻസൈറ്റ്. ഇതൊരു ഉൾക്കാഴ്ചയാണ്, ഹൃദയത്തെ അറിയുന്ന ഒരു കാഴ്ച, ഉള്ളവും ഉള്ളതുപോലെ മനസ്സിലാക്കുന്ന ഒരു കാഴ്ച. കാഴ്ചപ്പാടുകളുടെ ഒരു അന്തരമല്ല, കാഴ്ചകളുടെ അന്തരമല്ല, കാഴ്ചപ്പാടുകളുടെ ഒരു അന്തരം നമുക്കിവിടെ കാണാം. ക്രിസ്തുവിന്റെ ദർശനവും നമ്മളുടെ ദർശനവും തമ്മിലുള്ളൊരു വ്യത്യാസം ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, യേശു അവനെ കണ്ടു, ഇങ്ങനെ ഏറിയ കാലം ആയിരിക്കുന്നു എന്ന് അറിഞ്ഞു. ഏറിയ കാലം എത്ര സംവത്സരം? 38. യേശു തമ്പുരാന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് 30-ാമത്തെ വയസ്സിൽ, അവസാനിക്കുന്നത് 33.5 സംവത്സരമേ ഉള്ളൂ പബ്ലിക് മിനിസ്ട്രി യേശു തമ്പുരാന്റെ. അങ്ങനെയാണെങ്കിൽ യേശു തമ്പുരാന്റെ ഭാഗത്ത് നിന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഈ ബെഥസ്ദാ കുളക്കരയിൽ ഈ രോഗിയെ കുറിച്ച് ചിന്തിക്കുമ്പോ നസ്രാനായ യേശു ചിന്തിച്ചിട്ടുണ്ടാവും, അല്ലയോ സ്വർഗസ്ഥ പിതാവേ, ഞാൻ മനുഷ്യാവതാരം ചെയ്ത് ബേത്ലഹേമിലെ പശുത്തൊട്ടിയിൽ കീറ്റുശീലകളാൽ പൊതിയപ്പെട്ട് ഈ ഭൂമിയിലേക്ക് അവതാരം ചെയ്യുന്നതിന് മുമ്പ് മുതൽ തന്നെ, അതിനും അനേക വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ കരുണയും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ മനുഷ്യൻ ഈ ബെഥസ്ദാ കുളക്കരയിൽ കിടക്കുകയാണ്. അതുകൊണ്ടാണ് യേശു അവനെ കണ്ടു, ഇങ്ങനെ ഏറിയ കാലം ആയിരിക്കുന്നു എന്ന് അറിഞ്ഞു. രണ്ടാമത്, യേശു തമ്പുരാൻ ഇവന്റെ അരികിൽ വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന മറ്റൊരു പ്രത്യേകത, യേശു അവനോട് ചോദിച്ചു. ഇറ്റ് വാസ് എ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ, ഇറ്റ് വാസ് എ ഡിഫറെന്റ് വോയിസ്. എന്താണ് ചോദ്യം? നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്, ആർ യു വില്ലിംഗ് ടു ബി മെയ്ഡ് ഹോൾ? നിനക്ക് പൂർണ്ണനാകുവാൻ മനസ്സുണ്ടോ? നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന ചോദ്യത്തിന് അർത്ഥം ഇങ്ങനെയാണ്, നിന്നെ സമഗ്രതയിലേക്ക്, പൂർണ്ണതയിലേക്ക്, കംപ്ലീറ്റ് ലിബറേഷനിലേക്ക്, വിമോചനത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ ഞാനിതാ നിന്റെ അരികെ വന്നിരിക്കുന്നു. നിനക്ക് പൂർണ്ണനാകുവാൻ മനസ്സുണ്ടോ? ക്രിസ്തു നമ്മെ വിളിക്കുന്നത് എങ്ങനെയാ? നിന്റെ അപൂർണമായ സാഹചര്യങ്ങളിൽ നിന്നും നിന്നെ കൈപിടിച്ചുയർത്തി പൂർണ്ണതയിലേക്ക് കൊണ്ടെത്തിക്കുവാനായി, നിന്നെ ഉയർത്തുവാനായി ഞാൻ നിന്റെ അരികിലേക്ക് വന്നിരിക്കുന്നു. നിനക്ക് പൂർണ്ണനാകുവാൻ മനസ്സുണ്ടോ? കഴിഞ്ഞ 38 സംവത്സരമായി ഈ വേദഭാഗത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു സങ്കടമുണ്ട്. എന്താണെന്നറിയാമോ? കഴിഞ്ഞ 38 സംവത്സരമായി ദിവസം മാലാഖ ഒരു പ്രാവശ്യമാണെന്നിരിക്കട്ടെ, അങ്ങനെയാണ് 38 വർഷം കൊണ്ട് മിനിമം 38 അല്ലെ 37, ഇത് 38-ാമതാണെങ്കിൽ 38 പേരുടെയെങ്കിലും സൗഖ്യം കണ്ടവൻ. മാസത്തിൽ ഒന്നാണെങ്കിൽ 12 മാസം ഗുണം 38, 365 കാലവിടെ നിർത്തിയാലും 365 × 38, അത്രയും ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ, രോഗികൾ അവിടെ സൗഖ്യപ്പെട്ട് വിവിധ സമയത്ത് പോയി എങ്കിൽ, ഇവിടെ ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നത് ഒറ്റയൊരുത്തൻ പോലും ഈ പാവം പിടിച്ചവനെ കൂടി സൗഖ്യപ്പെടുത്തിയിട്ടേ ഞാൻ മടങ്ങിപ്പോവുകയുള്ളൂ എന്ന് ചിന്തിച്ചില്ലല്ലോ. അതെന്റെ ഒരു സങ്കടം.
മറുഭാഗത്ത് വേറൊരു ചിന്തയും കൂടി ഇതിന്റെ ഒപ്പം നമുക്കുണ്ട്. എന്താണെന്നറിയാമോ? കഴിഞ്ഞ 38 സംവത്സരമായി ഒറ്റ ഒരുത്തന് പോലും ഇവന് നല്ലൊരു ബന്ധം സൃഷ്ടിച്ചെടുക്കുവാൻ സാധ്യമാകാതെ പോയ ഇടമാണ് ഈ ബെഥെസ്ദ കുളക്കര. കഴിഞ്ഞ 38 സംവത്സരമായി ഒറ്റ ഒരുത്തനോട് പോലും നല്ലൊരു സുഹൃത്ത് ബന്ധം, നല്ലൊരു ആത്മാർത്ഥമായ സ്നേഹബന്ധം ജീവിച്ച ചുറ്റുപാടുകൾ സൃഷ്ടിച്ചെടുക്കുവാൻ സാധിക്കാതെ പോയതും ഇവന്റെ പോരായ്മ തന്നെ. എന്റെയും നിങ്ങളുടെയും ജീവിതം 50, 60, 70, 80 ലൈഫ് സ്പാൻ എത്രയും ആകട്ടെ, ആയുസ് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ജീവിച്ചിരിക്കുന്ന ചുറ്റുപാടുകളിൽ ആരുമായിട്ടെങ്കിലുമൊക്കെ നല്ല ബന്ധം, സുഹൃത്ത് ബന്ധം, സ്നേഹബന്ധം, രക്തബന്ധത്തിന് അപ്പുറമായിട്ടുള്ള സ്നേഹത്തിന്റെ തലങ്ങൾ സൃഷ്ടിച്ചെടുക്കുവാൻ ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ എങ്കിലും സാധ്യമാകണമേ. Are you willing to be made whole? It was a different question. It was a different voice. അവൻ ഈ വേറിട്ട ശബ്ദം, ഈ വേറിട്ട ചോദ്യം കഴിഞ്ഞ 38 സംവത്സരമായി ഒരാളിൽ നിന്നും അവന്റെ കർണപുടങ്ങളിൽ ഇതുവരെ ശ്രദ്ധിക്കാത്ത ഒരു ചോദ്യമായിരുന്നു. നസ്രായനായ യേശു അവനെ സൗഖ്യപ്പെടുത്തുകയാണ്. Human beings are prone to sins, but they are always subject to God's mercy. പാപത്തിന് മനുഷ്യൻ വശംവദരാകണമെങ്കിലും ദൈവകരുണയ്ക്ക് വിധേയരാണ് നാം എല്ലാവരും. ജീവിതത്തിൽ കുറവുകളും കുറ്റങ്ങളും ബലഹീനതകളും ഒക്കെ നമുക്കുണ്ടായേക്കാം. പക്ഷേ നമ്മുടെ സങ്കടങ്ങളിൽ, നമ്മുടെ വേദനകളിൽ, നമ്മുടെ ഇല്ലായ്മകളിൽ, വല്ലായ്മകളിൽ നമ്മെ കരുതുന്ന മനസ്സലിവുള്ളവനായ ദൈവത്തിന്റെ കൃപയും കരുണയും വഴിഞ്ഞൊഴുക്കുന്ന, കലവറയില്ലാതെ ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് അനുഗ്രഹങ്ങളെ സമൃദ്ധമായി വർഷിപ്പിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഈ ശുശ്രൂഷയിലും ഈ നോമ്പ് കാലഘട്ടങ്ങളിലും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും നമ്മോട് ചേർന്നുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 3 ചിന്തകളാണ് പങ്കുവെക്കുവാൻ ഞാൻ ശ്രമിച്ചത്. 1, he was diseased and depressed. അവൻ രോഗിയായിരുന്നു, ധൈര്യം ചോർന്നുപോയ ഒരു മനുഷ്യനായിരുന്നു. 2, he was desolate and disappointed. അവൻ ഏകാകിയും ഒപ്പം നിരാശനും ആയിരുന്നു. 3, he was directed by Jesus Christ and delivered from his illness. യേശു തമ്പുരാൻ പുതിയ ജീവിതത്തിൽ അവന് ദർശനം നൽകി അവന്റെ പാപബന്ധനത്തിൽ നിന്നും അവനെ വിടുവിച്ചു. ധൈര്യം ചോർന്നു പോകുന്ന, രോഗിയായി തീരുന്ന, സങ്കടങ്ങളിൽ കൂടി കടന്നു പോകുന്ന, ഒറ്റപ്പെട്ടു പോകുന്ന, നിരാശയുടെ മാനസിക ബദ്ധകളിൽ ജീവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ധാരാളമായിട്ടുണ്ടായേക്കാം. നമ്മെ തേടി വരുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. ആ ദൈവത്തിന്റെ കരുണ സ്പർശമേൽക്കുവാൻ, ആ ദൈവശബ്ദം ശ്രവിക്കുവാൻ ഈ പരിശുദ്ധ നോമ്പുകാലം ഈ സന്ദേശം മുഖാന്തരമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യട്ടെ.